അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ പദവിയിൽ നിന്ന് നീക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിനെതിരെ കൂടുതൽ പാർട്ടികൾ JPC രൂപീകരണത്തെ എതിർത്ത് RJDയും രംഗത്ത് വന്നിരിക്കുന്നു. സജു തോമസ് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. സജു, ഇപ്പോൾ ഇപ്പുറത്തുള്ള കക്ഷികളുടെ എണ്ണം കൂടുകയാണോ? നിഷാദ്, അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും JPCയിൽ 14 പ്രതിപക്ഷ പാർട്ടികളാണുള്ളത്. അതിലിപ്പോൾ 7 പേരാണ് വിട്ടുനിൽക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ആദ്യം തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. പ്രത്യേകിച്ച് പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്ന വേളയിൽ തന്നെ TMC JPC രൂപീകരണത്തിൽ തങ്ങളില്ല എന്ന നിലപാട് വ്യക്തമാക്കിയതാണ്. അതിനുശേഷമാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസും മറ്റ് ഇടത് പാർട്ടികൾക്കൊപ്പം RJDയും കൂടി ചേർന്നിരിക്കുകയാണ്. അതായത് 14 പ്രതിപക്ഷ പാർട്ടികളുള്ള JPCയിൽ 7 പേർ വിട്ടുനിൽക്കുകയാണെങ്കിൽ ബാക്കി 7 പ്രതിപക്ഷ പാർട്ടികൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിനിപ്പോൾ ഇനി DMK അടക്കമുള്ള പാർട്ടികളാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. എന്തായാലും ഇപ്പോൾ NDAയിലുള്ള മറ്റു, അതായത് ഈ BJD അടക്കമുള്ള ബിജു ജനറൽ അടക്കമുള്ള പാർട്ടികൾ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് രാജ്യത്തിന്റെ പല ഭാഗത്തും ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രതിപക്ഷ സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പരിധിയിലാക്കാൻ വേണ്ടിയുള്ള നീക്കത്തിനെതിരെ ശക്തമായ പോരാട്ടവുമായി മുൻപോട്ട് പോകുന്നു പറയുമ്പോൾ പോലും JPCയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ബില്ലുമായി തങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, മുൻപും സമാനമായിട്ടുള്ള പല ബില്ലുകളും JPCക്ക് വിടുകയും JPCയിൽ ഉണ്ടായ കഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രതിപക്ഷത്തെ എങ്ങനെയാണ് അവരുടെ വാദഗതികളെ JPC എടുത്തതെന്നും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളെ എത്തരത്തിലാണ് മാനിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെടുകയും JPCയുടെ തീരുമാനങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായി തന്നെയാണ് ഈ ഭരണഘടനാ ഭേദഗതിയും വരാൻ പോകുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉയരാൻ സാധ്യത. JPCക്ക് വിടുമ്പോൾ അല്ലെങ്കിൽ JPCയിൽ ഈ വിഷയം വരുമ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികൾ പങ്കെടുത്തില്ല എങ്കിൽ JPC രൂപീകരണം അപകടത്തിലാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇനിയൊരു അനുനയ നീക്കത്തിന് വേണ്ടി ശ്രമിക്കും. പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടികൾ നിങ്ങൾ പങ്കെടുക്കണമെന്നുള്ള ഒരു ആവശ്യം മുൻപോട്ട് വെക്കും. അതിന് ഇനിയിപ്പോൾ ഏതൊക്കെ പാർട്ടികൾ വഴങ്ങുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പ്രത്യേകിച്ച് ഈ JPC രൂപീകരണത്തിൽ അല്ലെങ്കിൽ JPCയുടെ ചർച്ചകളൊക്കെയും വലിയ പ്രതിഷേധങ്ങളും വലിയ വാക്പോരുകളൊക്കെ ഉണ്ടായി നമ്മൾ കണ്ടതാണ് സമാനമായിട്ടുള്ള മറ്റ് ബില്ലുകൾ. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് ഏറെ ശ്രദ്ധേയമാണ്. ഇനിയിപ്പോൾ BJP ഇതരമായിട്ടുള്ള പ്രത്യേകിച്ച് NDAയിലെ മറ്റു ഘടകകക്ഷികൾ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടെ അവരുടെ നിലപാട് ഏറെ നിർണായകമാണ്. അവരെയൊക്കെയും BJP വരുതിയിലാക്കാൻ ശ്രമിക്കുന്നുള്ള ആക്ഷേപം നിലനിൽക്കുകയാണ് ഇപ്പോൾ JPC രൂപീകരണത്തിൽ കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിരിക്കുന്നത്. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. അറസ്റ്റിലാവുന്നവർ 1 മാസം ജയിലിൽ കിടന്നാൽ മന്ത്രി പദവിയും മുഖ്യമന്ത്രി പദവിയും ഒക്കെ പോകുമെന്ന് പറയുന്ന പുതിയ നിയമം കൊണ്ടുവരാൻ പോകുന്നു കേന്ദ്ര സർക്കാർ. അതിന് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ സഹകരിക്കാൻ കഴിയില്ല. നിയമമേ പ്രശ്നമാണ് നിലപാട് സ്വീകരിക്കുകയാണ് കൂടുതൽ കക്ഷി.